വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പ് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതികരണം നടത്തിയ ഒരാളാണ്. ഈ താങ്കൾ പറഞ്ഞു വെച്ചത് 5 ലക്ഷം പേർ അവരുടെ കഞ്ഞികൂടി മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണെന്നാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള? അതായത് കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ ആഭിമുഖ്യമുള്ള ഡോക്ടർ MA ഉമ്മൻ, RBG മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ അത് ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതിന് കാരണം അവർ പറയുന്നത് ദാരിദ്ര്യമുക്തമായിട്ടില്ലെന്നാണ്. സ്വാഭാവികമായിട്ടും രേഖയ്ക്ക് താഴെയുള്ള 5.29 ലക്ഷം ആളുകൾ ഇപ്പോൾ മഞ്ഞക്കാർഡ് മുഖേന അന്ത്യോദയ അന്ന യോജന പ്രകാരം സൗജന്യമായി റേഷൻ വാങ്ങുന്നുണ്ട്, ഗോതമ്പും അരിയൊക്കെ. ഈ അതിദാരിദ്ര്യമുക്തമായാൽ ഇവർക്ക് ആർക്കെങ്കിലും ഇത് കിട്ടുമോ? കേന്ദ്ര സർക്കാർ സഹായം കിട്ടുമോ എന്നുള്ളത് ഞാൻ മാത്രമല്ല സാമ്പത്തിക വിദഗ്ധന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. അതേസമയം ഇവിടെയുള്ള പ്രശ്നം, ഇത് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെയും നീതി ആയോഗയുടെയും കണക്കനുസരിച്ച് ആ കണക്കുകൾ പലതും കേരള സംസ്ഥാനം കൊടുക്കുന്നതാണ്. എങ്കിൽ പോലും ഒരു കാലത്ത് കേരളം ഏറ്റവും അധികം ദാരിദ്ര്യപൂർണ്ണമായിരുന്ന കാലമുണ്ട്. അന്നാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ഉണ്ടായത്. സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് 65-ലാണ് പ്രസിഡന്റ് പറഞ്ഞ കാലത്താണ്. പിന്നീട് ഹരിത വിപ്ലവത്തെ തുടർന്നാണ് പിന്നീട് ഈ റേഷൻ സമ്പ്രദായം വ്യാപകമായത്. ഔൺസ് കണക്കിന് കോഴി റേഷൻ കൊടുത്തിരുന്നതിൽ നിന്ന് മാറി ഒരു കിലോ കണക്കിന് കൊടുക്കുന്ന ആ കാലഘട്ടമാണ്. അപ്പോൾ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെട്ടതും 70-കളിൽ, അതായത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും അച്യുത് മേനോൻ ഗവൺമെൻറ് ഉണ്ടായ സമയമാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെയും ഈ കണക്കുകളനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം ഗൾഫ് പ്രവാസികളുടെ വരുമാനം കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അല്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ കഞ്ഞുകൂടി മുട്ടിയേനെ. പിന്നീട് ഇങ്ങോട്ട് നടന്ന പദ്ധതികൾ, അതിലെല്ലാ സർക്കാരുകളുണ്ട്. അതൊരു സർക്കാർ മാത്രമല്ല, ആരുടെയും കുത്തകയല്ല. അതേസമയം പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിദാരിദ്ര്യമുക്തമായ പരിപാടിക്ക് വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുടുംബശ്രീയെ ലഘൂകരിച്ച് കാണുന്നില്ല. കുടുംബശ്രീക്ക് ഒരു വലിയ സംഭവമുണ്ട്. അതുപോലെ സമ്പൂർണ്ണ സാക്ഷരത. ഈ ആശ്രയ പദ്ധതി എന്ന പദ്ധതി ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അത് ആവിഷ്കരിച്ചത്. അത് കഴിഞ്ഞ് ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നത് 13-ലാണ്. അതിന് മുമ്പാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യം കേരളത്തിൽ കിട്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ കണക്കുകൾ അനുസരിച്ച് 5.29 ലക്ഷം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യരേഖയുടെ പേരിലുള്ള ആനുകൂല്യം പറ്റുമ്പോൾ, ദാരിദ്ര്യമുക്തമാണെന്ന് പറയുന്ന പ്രഖ്യാപനം നാളെ വരുമ്പോൾ അതിന് മുമ്പ് 10 വർഷം മുമ്പുള്ള കണക്കനുസരിച്ച് 0.71. അപ്പോൾ 1% ദാരിദ്ര്യമുക്തമാക്കാൻ 10 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. അതായത് സർക്കാരിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ തന്നെ. അപ്പോൾ ഈ 1% ഉള്ളൂ 10 വർഷം മുമ്പുള്ളതെന്നുള്ള കണക്കും സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്ന കണക്കും തെറ്റാണ്. പിന്നെ എങ്ങനെ 5.29 ലക്ഷം ആളുകൾ കിട്ടി? അപ്പോൾ കണക്കുകളിൽ തന്നെ കള്ളക്കളിയുണ്ട്. അപ്പോൾ സർക്കാർ ചെയ്ത കണക്കുകൾ അനുസരിച്ച് ദാരിദ്ര്യമുക്തമല്ല എന്നത് സത്യമാണ്. വെറുമൊരു പ്രചരണത്തിന് വേണ്ടി, തട്ടിപ്പിന് വേണ്ടി ഇപ്പോൾ മാത്രമല്ല LDFന്റെ ഒരു ഖ്യാതിയാക്കി മാറ്റാനുള്ള പ്രചരണം നടക്കുന്നത്. ഇതാണ് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ള ആളുകളുടെ ആരോപണം. കോൺഗ്രസും ഇക്കാര്യം തന്നെ പറഞ്ഞു വെക്കുന്നു. കണക്കുകളിൽ അവ്യക്തതയുണ്ട്. ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് മാത്രം സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. സാമ്പത്തിക വിദഗ്ധരുടെ ചോദ്യങ്ങളുണ്ട്, കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാർ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് എനിക്ക് കണ്ടറിയേണ്ടത്.